Hi friends, it's me Ajin and welcome to our channel Innowords. അപ്പോൾ എന്താണ് ഇന്നോവേറ്റ്സ് അല്ലെങ്കിൽ എന്തിനാണ് ഇന്നോവേറ്റ്സ്, എന്തുകൊണ്ട് ഇന്നോവേറ്റ്സ് നമുക്ക് സംസാരിക്കാം. സ്റ്റാർട്ടപ്പിനെ പറ്റി, പുതിയ പുതിയ ഐഡിയാസ്, പുതിയ പുതിയ തോട്ട്സ്, അൾട്ടിമേറ്റ്ലി ഇന്നോവേഷനെ പറ്റി. സപ്പോസ് നമ്മുടെ ഇന്നോവേറ്റേഴ്സൊക്കെ ഇന്നോവേഷൻ ചെയ്തില്ലായിരുന്നെങ്കിലോ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ഇന്നോവേഷനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് രണ്ട് വാക്കുകളെ പറ്റി കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന് ഡിസ്കവറി, രണ്ടാമത്തേത് ഇൻവെൻഷൻ. പണ്ട് 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. ആ അമേരിക്ക ഇന്നൊരു വൻ ശക്തിയാണ്. സാമ്പത്തിക രംഗമായാലും സാങ്കേതിക രംഗമായാലും എല്ലാ രംഗത്തും അമേരിക്ക ഇന്നൊരു വൻ ശക്തിയാണ്. ഇൻ കേസ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും അമേരിക്ക ഇതുപോലെ അവിടെ തന്നെ ഉണ്ടായിരുന്നേനെ, അതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക ഡിസ്കവർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ നമ്മുടെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒന്നിനെ നമ്മുടെ അറിവിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഡിസ്കവറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇതാണ് ഡിസ്കവറി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ട് പഠിച്ച ഒരു വാക്കിനെ പറ്റിയാണ്, ഇൻവെൻഷൻ. എന്താണ് ഇൻവെൻഷൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലാത്ത പുതിയതായ ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുക. സോ ഇതാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. സോ ഫോർ ദ ടൈം ബീയിങ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3 എക്സാമ്പിൾസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇൻവെൻഷനെ പറ്റി. നമുക്കറിയാം, പണ്ട് കാലത്ത് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് മനുഷ്യർ തീയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ തീയെ തന്നെ പലതരം വിളക്കിൻ്റെ രൂപത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് പോരാതെ വന്നപ്പോൾ 1879 തോമസ് ആൽവ എഡിസൺ മെല്ലോ പാർക്കിലെ അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ വെച്ചിട്ട് ആദ്യത്തെ ഇൻകാൻഡസൻ്റ് ലാമ്പ് ഇൻവെൻറ്റ് ചെയ്യുന്നു. അതേപോലെ സ്കൂളിൽ, കോളേജിൽ, വീട്ടിൽ, ഓഫീസിൽ എല്ലാം നമ്മൾ പലതരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ രൂപമായിട്ടുള്ള മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടെ ആയിട്ടുള്ള ചാൾസ് ബാബേജ് ആണ് 19-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ഉദാഹരണമായിട്ട് മൊബൈൽ ഫോൺ തന്നെ എടുക്കാം. കോൾ ചെയ്യാനും വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും നെറ്റ് ബ്രൗസ് ചെയ്യാനും അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും പർപ്പസും എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്. സോ ഇതിന് മുന്നേ, അതായത് മൊബൈൽ ഫോൺ വരുന്നതിന് മുന്നേ നമ്മൾ എന്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ടെലിഫോൺ. 1876 മാർച്ച് 7 അലക്സാണ്ടർ ഗ്രഹാം ബെൽ അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനായിട്ടുള്ള ടെലിഫോൺ പേറ്റൻറ്റ് ചെയ്യുന്നത്. കാലങ്ങൾക്ക് മുന്നേ നടത്തിയ ഇത്തരം ഇൻവെൻഷൻസ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലായിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഇന്നോവേറ്റേഴ്സും ഇന്നോവേഷൻസുമാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുക? എന്താണ് ഇന്നോവേഷൻസ്? സോ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഒരു ചേഞ്ച് കൊണ്ടുവരിക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുതരം ഇംപ്രൂവൈസേഷൻ. അതിനെയാണ് നമ്മൾ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഒരു കേസ് സ്റ്റഡിയിലേക്ക് കിടക്കാം. ടീ ലാമ്പിൻ്റെ കേസ് സ്റ്റഡി. പണ്ട് എഡിസൺ ഇൻകാൻഡസൻ്റ് ലാമ്പ് കണ്ടുപിടിക്കുന്നതിന് ശേഷം ടെക്നോളജി ഒരുപാട് വളർന്നു. നമുക്ക് ട്യൂബ് ലൈറ്റ് വന്നു, CFL ലാമ്പുകൾ വന്നു. അതുപോലെ തന്നെ LED കണ്ടുപിടുത്തതിന് ശേഷം LED ട്യൂബ് ലൈറ്റ്, LED ലാമ്പുകൾ, LED ഫാൻസി ലൈറ്റ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി
ടീ ലാമ്പിൽ എന്ത് ഇന്നോവേഷനാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരു ടീ ലാമ്പ്. ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു നോർമൽ ബൾബിൻ്റെ ഹോൾഡർ പോലെയാണ് ഇതിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ട്യൂബ് ലൈറ്റ് പോലെയാണ് ഇരിക്കുന്നത്. സോ ഇവിടുത്തെ ഇന്നോവേഷൻ എന്താണ് എന്നുള്ളത് വളരെ വിസിബിളാണ്. ഒരു ട്യൂബ് ലൈറ്റും ഒരു നോർമൽ ലാമ്പിൻ്റെ ഹോൾഡറും കമ്പൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റ് പോലെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഏരിയയിലേക്ക് ലൈറ്റ് കൊടുക്കാനും പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ പല പൊസിഷനിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതുമല്ലെങ്കിൽ ഒരു ഇവോൾവ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ഈ ഒരു ടി വി ലാമ്പിൽ തന്നെ നമുക്ക് എന്ത് ഇന്നോവേഷനാണ് ഇനി കൊണ്ടുവരാൻ പറ്റുക? ഇത് ഒരു കർവ് ഷേപ്പിലുള്ള ടീ ലാമ്പാണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ഷേപ്പാണ്. സോ സ്ട്രെയിറ്റ് ഷേപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എന്ത് അഡ്വാൻറ്റേജാണ് നമുക്ക് കിട്ടുന്നത്? നേരെ പോകുന്നതിന് പോലെ തന്നെ നമുക്ക് രണ്ട് വശങ്ങളിലേക്കും ഈ ലൈറ്റ് കൊടുക്കാൻ പറ്റും. അതായത് കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റ് കൊടുക്കാൻ ഈ ഒരു കർവ് ഷേപ്പുള്ള ടീ ലാമ്പ് കൊണ്ട് പറ്റും. ആകെ നമ്മൾ ചെയ്ത ഇന്നോവേഷൻ എന്താണ്? സ്ട്രെയിറ്റ് ആയിരുന്ന ഷേപ്പിനെ ഒന്ന് കർവ് ചെയ്തു. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ടീ ലാമ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഇന്നോവേഷനാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഇതുപോലെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ചുറ്റുപാട് നോക്കിയാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമല്ല, നമ്മളോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമുള്ളവരോ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് കണ്ടുപിടിച്ച് ചെറിയ ചെറിയ ഇന്നോവേഷൻസ്, സിമ്പിൾ ഐഡിയാസ് കൂടെ കാണാൻ പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു ജുഗാഡ് അല്ലെങ്കിൽ ഒരു ഫ്രൂഗലായിട്ടുള്ളൊരു ഇന്നോവേഷനാണ്. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ദോശയുടെ കല്ലിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നൈലോൺ ബ്രഷ് മേടിച്ചു. അമ്മ അത് ഇട്ട് വെച്ചിരുന്നത് ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ്. സോ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഉറുമ്പ് കയറും. മാത്രമല്ല മറിഞ്ഞു വീണാൽ എണ്ണ മൊത്തം സ്പില്ലായിപ്പോവും. സോ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാലിയായിട്ട് കിടന്ന ഒരു ടിന്നെടുത്തു. ആ ടിന്നിൻ്റെ മേളിലുള്ള അടപ്പിൽ ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തു, ചെറിയൊരു ഹോൾ. അതിനകത്തൂടെ ഈ ബ്രഷ് ഇട്ട് വെച്ചു. സോ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ്ഡ് ആണ്. സോ ഉറുമ്പ് കയറില്ല. മാത്രമല്ല ഒരു അടപ്പായതുകൊണ്ട് മറിഞ്ഞു വീണാലും ഓയിൽ സ്പില്ലാവില്ല, ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഫ്രൂഗലായിട്ടുള്ള ഇന്നോവേഷൻ അല്ലെങ്കിൽ ജുഗാഡിന് ഏറ്റവും നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. സോ നമ്മുടെ ഇന്നത്തെ ടോക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ചേഞ്ചസ് കൊണ്ടുവരിക, ഇംപ്രൂവൈസ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഇത് മൂന്നുമാണ് നമുക്ക് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ. നമ്മുടെ ഈ ചാനലിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ഡെമോക്രറ്റൈസ് ഇന്നോവേഷൻ. ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഒരാളുടെയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയോ കുത്തകയല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. സോ ലെറ്റ് us ബി എ ചേഞ്ച് മേക്കർ. നിങ്ങൾക്ക് നമ്മുടെ ഈ കണ്ടൻറ്റ് വർത്തായിട്ട് തോന്നിയെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ നമ്മളുടെ ഇനിഷ്യേറ്റീവിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കണ്ടൻറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.